ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു ആ ചാനൽ. ഓണം സീരീസിൽ ഇന്ന് ഒരു നാരങ്ങ കറിയാണ്. അതിന് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു വടുകപ്പുളി നാരങ്ങയാണ്. ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ഇതിന് വടുകപ്പുളി നാരങ്ങ എന്നാ പറയുക. നല്ലപോലെ പഴുത്ത മീഡിയം സൈസ് നാരങ്ങയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 ഉണക്കമുളക്, പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി. അതിനെ നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. കുറച്ച് കറിവേപ്പിലയും ഞാൻ ഒടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് നാരങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞ് റെഡിയാക്കാം. വേറൊരു തരം നാരങ്ങയുണ്ട്, നിങ്ങൾക്ക് അറിയോ? നീളത്തിലുള്ള ഒരു നാരങ്ങ. നമ്മൾ അതിന് ഗണപതി നാരങ്ങ എന്നാണ് ഇവിടെ പറയാറ്. അതിനും വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിനെ മീഡിയം പീസസ് ആയി മുറിക്കണം. ആദ്യം അതിനെ ഹാഫായി മുറിച്ച ശേഷം നമുക്ക് സ്ലൈസ് ചെയ്യാം. അതിനുശേഷം മീഡിയം പീസസ് ആക്കി മുറിച്ചെടുക്കാം. കത്തി നല്ല മൂർച്ചയുണ്ട് കേട്ടോ. ഈ തിക്നെസ്സിലാണ് ഞാൻ ഓരോ പീസും മുറിച്ചെടുത്തിരിക്കുന്നത്. നാരങ്ങയിൽ നിറയെ കുരുവുണ്ട്, അതെല്ലാം നമുക്ക് എടുത്തു മാറ്റണം, അല്ലെങ്കിൽ കറിക്കൊരു കയ്പ്പ് രസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓരോ സ്ലൈസിനെയും നമുക്ക് മീഡിയം പീസസ് ആക്കി മുറിച്ചെടുക്കാം. നാരങ്ങ നമുക്ക് എണ്ണയിലിട്ടൊന്ന് വഴറ്റേണ്ടതുണ്ട്, അതുകൊണ്ട് ഒരുപാട് അങ്ങ് പൊടിയായി മുറിക്കരുത്, ഉടഞ്ഞു പോവാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഇതിൽ നിന്നും കുരുകളെല്ലാം എടുത്തു മാറ്റാം. മുറിച്ച ശേഷം കുരുക്കൾ എടുത്തു മാറ്റുന്നതാണ് എനിക്ക് എളുപ്പമായി തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് സൗകര്യം അതുപോലെ ചെയ്യാം. ഒരു നാരങ്ങയിൽ നിന്നും നമുക്ക് ഇത്ര പീസ് കിട്ടിയിട്ടുണ്ട്. കുരുവെല്ലാം എടുത്ത് മാറ്റിയ ശേഷം നാരങ്ങ കറി ഉണ്ടാക്കി തുടങ്ങാം. ഒരു പാൻ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം കുറച്ച് കടുകിട്ട് അത് പൊട്ടുമ്പം 2 പച്ചമുളകും 2 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. എണ്ണ ഇത്തിരി കൂടുതലാണ്. ഇങ്ങനെയുള്ള കറികൾക്ക് എണ്ണ അത്യാവശ്യമാണ്. മുറിച്ചു വെച്ച നാരങ്ങ ഇതിലേക്കിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നാരങ്ങ വഴണ്ടി വരുമ്പം അതിൽ നിന്നും വെള്ളമൊക്കെ ഇറങ്ങി വരും. നല്ലപോലെ വഴണ്ട ശേഷം നമുക്കിതിലേക്ക് മസാലകൾ ചേർത്താം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റാം. ചേർത്ത മസാലപ്പൊടികളുടെ പച്ചമണമെല്ലാം മാറി നാരങ്ങയെല്ലാം ഒന്ന് കുഴഞ്ഞു വരുമ്പം നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിക്കണം. പുളിവെള്ളവും കൂടി ചേർത്ത് 1.5 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിളച്ചു വരുമ്പോഴേക്കും ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആയ മസാലക്കൂട്ട് തയ്യാറാക്കണം. അതിനായി ഒരു ചീനച്ചട്ടിയിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പച്ചരിയും 1/2 ടേബിൾ സ്പൂൺ ഉഴുന്നു കൂടിയിട്ട് നല്ല ചുവക്കെ വറുക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും 1/2 ടേബിൾ സ്പൂൺ ജീരകവും കൂടി ഇട്ട് ജീരകം പൊട്ടി തുടങ്ങുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്ത് കൂട്ടൊന്ന് തണുത്ത ശേഷം പൊടിച്ചു മാറ്റി വെക്കാം. കറി നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ അച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര പൊടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് അലിഞ്ഞു കിട്ടും. നമ്മൾ ഇട്ട ശർക്കര ഇപ്പോഴും അലിഞ്ഞിട്ടില്ല, കുറച്ച് സമയം കൂടി എടുക്കും. കറിയുടെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം. ഉപ്പിൻ്റെ ചെറിയൊരു കുറവുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ചു വെച്ച ഒരു ഇൻഗ്രീഡിയൻ്റ് ഇല്ലേ, അത് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ കൂട്ട് നാരങ്ങ കറിക്ക് രുചിയും മണവും കൊഴുപ്പും കൂട്ടും. നോക്കൂ ഇതിൻ്റെ കൺസിസ്റ്റൻസി. തണുക്കുമ്പോൾ കറി കുറച്ചുകൂടി തിക്കാവും. ഫ്ലെയിം ഒന്ന് ലോ ആക്കിയ ശേഷം നമുക്ക് കുറച്ച് സമയം അങ്ങനെ ഇടാം. എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. സ്ലോ കുക്കിംഗ് ആണ് എപ്പോഴും കറിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത്. സ്റ്റൗ ഓഫ് ചെയ്യാം. കറി തണുത്ത ശേഷം നമുക്കതിനെ ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. കറി കുറച്ചുകൂടി തിക്കായില്ലേ? ഇലയിലേക്ക് വിളമ്പിക്കഴിഞ്ഞാൽ അത് അവിടെ അങ്ങനെ നിൽക്കണം. അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായോ? ഈ ഓണത്തിന് തീർച്ചയായും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.